ഇപ്പോൾ തഹസിൽദാറുമായി ജനപ്രതിനിധികൾ സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. CPM-ന്റെയും CPM-ന്റെയും BJP-യുടെയും കോൺഗ്രസിന്റെ എല്ലാം മുതിർന്ന നേതാക്കൾ തന്നെ ഇപ്പോൾ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭാഗത്തു നിന്നും പെട്ടെന്നുള്ള അതെ 10 ലക്ഷം രൂപയാണ് അക്രമങ്ങൾ പറ്റുന്നവർക്ക് കൊടുക്കുക. അതിൽ ആദ്യത്തെ 5 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ കൊടുക്കും ഞങ്ങൾ. പിന്നെ രണ്ടാമത്തെ 5 ലക്ഷം രൂപ പെട്ടെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് മാത്രമേ. അത് അടുത്തത് പിന്നെ അവകാശ സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷം മാത്രമേ നിയമപരമായിട്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതും പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള സാർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങോട്ട് നിങ്ങളിപ്പോ ഈ അവകാശ ജോലിയിലെ കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മണിയേട്ടന്റെ കുടുംബത്തിനോടും ഇതേ വാഗ്ദാനം നൽകിയിട്ടാണ് പോയത്. മനുപ്രസാദ് ഇപ്പോഴും റോട്ടിൽ നടക്കുകയാണ്. ഇവിടെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇന്നലെ അടക്കം കലക്ടർ അടക്കമുള്ള എല്ലാ ആളുകളും ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒരു മിനിറ്റ് പറയട്ടെ, ഞങ്ങൾക്ക് പറയാനുണ്ട്. പറയട്ടെ വിഷയമാണോ അല്ലെന്നില്ല പിന്നെ തീരുമാനിക്കാം. പറയട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഏറാട്ടുകുണ്ടില് ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ കുടുംബങ്ങൾ ഈ 6 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ ഉറപ്പ് തരുമ്പോ മരണപ്പെട്ടത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അറിയാലോ. അവരെ പുനരധിവാസം ഈ കാര്യമായി ബന്ധപ്പെട്ട് ഇവിടെ പറയണം. അവർക്ക് അടിയന്തര സഹായം ചെയ്തു കൊടുക്കണം. അവരുടെ ഒരു പ്രത്യേക രീതി വെച്ച് ഈ ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ സംസ്കാര നടപടികൾ കഴിഞ്ഞ ശേഷം അവർ പച്ചവെള്ളം പോലും കുടിക്കുള്ളൂ. അപ്പൊ മറ്റു കാര്യങ്ങൾ ഇത് അധികം വൈകുന്നത് ഒരു ശരിയായ രീതിയല്ല. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ അതിലൊരു പരിഹാരം കണ്ട് അതിന്റെ നടപടി സ്വീകരിച്ച് തുടർ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു യോഗം വിളിച്ച് ഈ പറയുന്ന എല്ലാ പ്രതിനിധികളെയും വിളിച്ച് മറ്റ് മുമ്പത്തെ കാര്യങ്ങൾ ന്യൂനത പരിഹരിക്കുന്നത് അത് ആലോചിക്കണം. ഇവിടുന്ന് എല്ലാവരും ഒഴിഞ്ഞുപോയി. ഞാൻ ഈ നാട്ടുകാരാണ്. എല്ലാവരും ഒഴിഞ്ഞുപോയി. ഈ കുടുംബം മാത്രമാണ് ഇവിടെ അട്ടമലയിൽ. ഈ കുടുംബം മാത്രം ഈ ഗോത്രവർഗ കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇനിയും ഇവരെ ബാക്കിയുള്ളവരെ നമ്മളാരും ബോഡി തടയുന്നില്ല. നമ്മളാരും ബോഡി തടയുന്നില്ല. നമ്മളാരും ബോഡി തടയുന്നില്ല. ഞങ്ങൾ ഇല്ല ഷാജിമോനെ ഈ നിർത്ത്. ഞങ്ങൾ നമുക്ക് വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. അയാൾക്ക് ചെയ്യേണ്ട സഹായം കാര്യങ്ങൾ കൊടുക്കുക. അവരുടെ ആശ്രിതർക്ക് ജോലി കാര്യങ്ങൾ കൊടുക്കുക. അവരെ എത്രയും പെട്ടെന്ന് മാറ്റി താമസം നടപടി നിർത്തുക. വെറുതെ നമ്മൾ വെറുതെ തീരുമാനമായിട്ട് ബോഡി പോയിക്കോട്ടെ.